സൂര്യനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റിമറിച്ച ഒരു സുപ്രധാന ദൗത്യമാണ് പാർക്കർ സോളാർ പ്രോബ്. 2018 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ഇത് അതിനു മുമ്പുള്ള ഏതൊരു ബഹിരാകാശ പേടകത്തെക്കാളും സൂര്യനോട് കൂടുതൽ അടുക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. മണിക്കൂറിൽ 4,30,000 മൈൽ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ 2500 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലുള്ള താപനിലയെ നേരിടാൻ കഴിയുന്ന ഒരു വാഹനമാണ് പാർക്കർ സോളാർ പ്രോബ്. ചരിത്രത്തിലെ ഏതൊരു മനുഷ്യനിർമ്മിത വസ്തുവിനേക്കാളും വേഗതയേറിയതാണ് ഇത്. കൊറോണ എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുക എന്നതാണ് പാർക്കർ സോളാർ പ്രോബിന്റെ പ്രാഥമിക ലക്ഷ്യം. സൗരോർജ്ജ കാറ്റും ബഹിരാകാശ കാലാവസ്ഥയിൽ അവ ചെലുത്തുന്ന സ്വാധീനവും മനസ്സിലാക്കാൻ ഈ പരീക്ഷണം നിർണായകമാണ്. ഉപഗ്രഹങ്ങൾ, പവർ ഗ്രിഡുകൾ, ബഹിരാകാശയാത്രികർ എന്നിവരെ പോലും സൗരക്കാറ്റ് തടസ്സപ്പെടുത്തും. സൂര്യനോട് അടുക്കുന്നതിലൂടെ ഈ സൗരസംഭവങ്ങൾ പ്രവചിക്കാനും നമ്മുടെ സാങ്കേതികവിദ്യയെ സംരക്ഷിക്കാനും സഹായിക്കുന്ന ഡാറ്റ ശേഖരിക്കാൻ പ്രോബിന് കഴിയും. പാർക്കർ സോളാർ പ്രോബിന്റെ ഏറ്റവും ആകർഷകമായ വശങ്ങളിലൊന്ന് അതിന്റെ നൂതനമായ ഹീറ്റ് ഷീൽഡാണ്. ഇതിനെ താപസംരക്ഷണ സംവിധാനം എന്ന് വിളിക്കുന്നു. ഈ ഷീൽഡ് കാർബൺ കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഏകദേശം 4 ഇഞ്ച് കട്ടിയുള്ളതാണ്. ഉപകരണങ്ങൾ സുഖപ്രദമായ താപനിലയിൽ അകത്ത് സൂക്ഷിക്കുമ്പോൾ ഇത് സൂര്യന്റെ താപത്തിൽ നിന്നും രക്ഷിക്കുന്നു. സൂര്യന്റെ ഏറ്റവും തീവ്രമായ കിരണങ്ങളെ നേരിടാൻ കഴിയുന്ന ഒരു സൺബ്ലോക്ക് ഉള്ളതുപോലെയാണ് ഇത്. പ്രോബ് അതിന്റെ യാത്ര നടത്തുമ്പോൾ അത് ശുക്രനെ ഉപയോഗിച്ച് ഗുരുത്വാകർഷണ സഹായങ്ങളുടെ ഒരു പരമ്പര നടത്തുന്നു. ഈ തന്ത്രങ്ങൾ അതിനെ ക്രമേണ സൂര്യനോട് കൂടുതൽ അടുക്കാൻ അനുവദിക്കുന്നു. ഓരോ തവണയും അത് ശുക്രനിലേക്ക് നീങ്ങുമ്പോൾ അത് വേഗത കൂടുകയും സൂര്യനിലേക്കുള്ള ദൂരം കുറയ്ക്കുകയും ചെയ്യുന്നു. അതിന്റെ ദൗത്യത്തിന്റെ അവസാനത്തോടെ പാർക്കർ സോളാർ പ്രോബ് സൂര്യനു ചുറ്റും 24 ഭ്രമണപഥങ്ങൾ പൂർത്തിയാക്കും. അതിന്റെ ഏറ്റവും അടുത്ത സമീപനം അല്ലെങ്കിൽ പെരിഹെലിയോൺ എന്ന സ്ഥലത്തു എത്തുന്നു. അത് സൗര ഉപരിതലത്തിൽ നിന്ന് 4 ദശലക്ഷം മൈലിനുള്ളിൽ എത്തും. പാർക്കർ സോളാർ പ്രോബ് ശേഖരിച്ച വിവരങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. കൊറോണ എന്തുകൊണ്ടാണ് സൂര്യന്റെ ഉപരിതലത്തേക്കാൾ ചൂടുള്ളത് എന്നതുപോലുള്ള സൗരപ്രവർത്തനത്തെക്കുറിച്ചുള്ള നിഗൂഢതകൾ കണ്ടെത്താൻ ഇത് ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. ഈ പ്രതിഭാസം പതിറ്റാണ്ടുകളായി ഗവേഷകരെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. സൗരോർജ്ജ കാന്തിക ക്ഷേത്രത്തെക്കുറിച്ചും അത് സൗരക്കാറ്റിനെയും ബഹിരാകാശ കാലാവസ്ഥാ രീതികളെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും അന്വേഷണം നടത്തിവരികയാണ്. ഇതുവരെയുള്ള ഏറ്റവും ആവേശകരമായ കണ്ടെത്തലുകളിലൊന്ന് കൊറോണയിലെ ഉയർന്ന ഊർജ്ജ കണങ്ങളുടെ കണ്ടെത്തലാണ്. ഈ കണികകൾ ഭൂമിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന സോളാർ ഫ്ലെയറുകളുമായും കൊറോണൽ മാസ് എജക്ഷനുകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവരുടെ ഉദ്ഭവവും പെരുമാറ്റവും മനസ്സിലാക്കുന്നത് നമ്മുടെ സാങ്കേതികവിദ്യയും അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കുന്നതിന് നിർണായകമാണ്. പാർക്കർ സോളാർ പ്രോബ് മനുഷ്യന്റെ ചാതുര്യത്തിന്റെയും അറിവിനായുള്ള നമ്മുടെ അന്വേഷണത്തിന്റെയും തെളിവാണ്. ഇത് സൂര്യനെ പര്യവേക്ഷണം ചെയ്യുന്നതിനെക്കുറിച്ചല്ല. ഇത് നമ്മുടെ സൗരയൂഥത്തെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന പ്രക്രിയകൾ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ്. അത് തിരികെ അയക്കുന്ന ഓരോ ഡാറ്റയും ജ്യോതിശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനുള്ള ഒരു ചുവടുവെപ്പാണ്. പാർക്കർ സോളാർ പ്രോബിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യുന്നത് തുടരുമ്പോൾ നമ്മൾ സൂര്യനെക്കുറിച്ച് മാത്രമല്ല പഠിക്കുന്നത്, വിശാലമായ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളും നാം നേടുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുന്ന കണ്ടെത്തലുകളിലേക്ക് പര്യവേക്ഷണം എങ്ങനെ നയിക്കുമെന്നതിന് ഈ ദൗത്യം ഉദാഹരണമാണ്. ഉപഗ്രഹ ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നത് മുതൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വർദ്ധിപ്പിക്കുക വരെ, സാങ്കേതികവിദ്യ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് പാർക്കർ സോളാർ പ്രോബ് ശാസ്ത്രീയ നേട്ടങ്ങളുടെ ഒരു അത്ഭുതമായി നിലകൊള്ളുന്നു. ഭാവിയിലേക്ക് നോക്കുമ്പോൾ ജിജ്ഞാസയുടെ പ്രാധാന്യത്തെയും അറിവിന്റെ അശ്രാന്തമായ അന്വേഷണത്തെയും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ദൗത്യത്തിൽ നിന്ന് ലഭിച്ച ഉൾക്കാഴ്ചകൾ സൂര്യനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയും വരും തലമുറകളിൽ നമ്മുടെ ഗ്രഹത്തിൽ അതിന്റെ സ്വാധീനത്തെയും രൂപപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. കൂടുതൽ ആകർഷകമായ ചർച്ചകൾക്കായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഞങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തിരിച്ചെത്തും.